കാറിൽ 3400 ഉമ്മ വെച്ചതിന് 5500 രൂപ പിഴയിട്ടു. ഇത് ഗ്വാളിയർ എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്ന മധ്യപ്രദേശിൽ. ആദിത്യ എന്ന പയ്യൻ്റെ താക്കൂർ എന്ന വെള്ള കാറിലാണ് 3400 റെഡ് ലിപ്സ്റ്റിക്ക് ചേർന്ന ഉമ്മ പതിപ്പിച്ചത്. ഈ കാറ് കൊണ്ട് ചെത്തി നടക്കുകയായിരുന്നു പയ്യൻ ആദിത്യ. വിദേശ രാജ്യങ്ങളിലേക്ക് ഇതുപോലെ ഉമ്മ പതിപ്പിച്ചിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടിരുന്നു. ലിപ്സ്റ്റിക്കിലെ മേൽചുണ്ടിലും താഴെച്ചുണ്ടിലും റെഡ് ലിപ്സ്റ്റിക്ക് നന്നായിട്ട് തേച്ചിട്ട് കാറിൽ ഉമ്മ കൊടുക്കുന്ന പടം. അങ്ങനെ 3400 എണ്ണം ഇദ്ദേഹത്തിൻ്റെ കാറിലുണ്ടായിരുന്നു. ഗ്വാളിയറെ കൂടെ ചെത്തി നടക്കുന്നത് കണ്ടു. പോലീസ് ഇത് മനസ്സിലാക്കി. ഇതെന്താണെന്ന് നോക്കിയപ്പോൾ 3400ഓളം ലിപ്സ്റ്റിക് അത് തേച്ച് പിടിപ്പിച്ചതാണ്. അതാദ്യം പലരെ കൊണ്ട് ഉമ്മ കൊടുപ്പിക്കാൻ നോക്കി. അതിനുള്ള അത്രയുള്ള ഗേൾ ഫ്രണ്ട്സ് ഒന്നും പുള്ളിക്കില്ല. അതുകൊണ്ട് ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ട് സ്വന്തം ചുണ്ടിലായിരിക്കാം അങ്ങനെ 3400 എണ്ണം വെള്ള കാറിൽ പതിപ്പിച്ചാണ് ചെത്തി നടന്നത്. അവിതാഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ വണ്ടി തടഞ്ഞു നിർത്തി കാര്യം ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് വലിയ വൈറലാണ്. അതുപോലെ താൻ ലിപ്സ്റ്റിക്കിൽ കൊണ്ട് ഉമ്മ കാറിലെ 3500 എണ്ണം കൊടുത്ത് ആണിത് പതിപ്പിച്ച് നടക്കുന്നത്. എന്തായാലും പോലീസ് പറഞ്ഞു കാറിൽ ആവശ്യമായ മാറ്റം വരുത്താനായിട്ടുള്ള അത് മോട്ടോർ വെഹിക്കിൾ നിയമം അനുസരിച്ചേ പറ്റുള്ളൂ, ഇങ്ങനെയുള്ളത് പറ്റൂല. ഒരു 5500 രൂപ പിഴ അടച്ചോളാൻ പറഞ്ഞു. പയ്യനാകെ വിഷമിച്ചു. എന്തായാലും ഇവിടെ നിന്നൊക്കെ പൈസ സംഘടിപ്പിച്ച് പിഴ അടയ്ക്കുകയും ചെയ്തു. കേരളത്തിൽ നമുക്കറിയാം പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പം കുറേ പരിഷ്കാരങ്ങളൊക്കെ നടത്തി. അതിൽ 100 എണ്ണത്തിൽ ഒരെണ്ണം കാറിലെ വ്യത്യസ്തമായ രീതിയിൽ അതിൻ്റെ കാറിനകം കളർ വെക്കുകയും അതുപോലെ സ്റ്റിയറിങ്ങിൽ ഏത് കളറിലുള്ള ഇത് വെക്കുകയും അങ്ങനെ പല അത് സീറ്റിൽ അങ്ങനെ കുറേ പരിഷ്കാരങ്ങളൊന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണറെ അദ്ദേഹം പുറപ്പെടുവിച്ചു. അങ്ങനെ ആ അടയാളങ്ങളൊക്കെ വളരെ വൈകൃതമായി തോന്നി. എന്തായാലും ശരി, ആൾക്കാർ കാറിൻ്റെ പുറത്ത് പേരുകൾ എഴുതി വെച്ചു. അവർ പല കളറിലുള്ള പെയിൻ്റ് അടിച്ചു. അതുപോലെ സ്റ്റിയറിങ്ങിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തി. അവരുടെ സീറ്റുകളിൽ മാറ്റങ്ങൾ വരുത്തി. ഏതായാലും ഇന്ത്യയിലെ മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി. സർക്കാരിൻ്റെ 100 ഇന പരിപാടിയിലാണ് ഈ പരിഷ്കാരം നടത്താൻ അനുമതി കൊടുത്തത്. മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം എന്നുള്ള പ്രൊവിഷൻ അനുസരിച്ചാണ് ഇത് തൊടുത്തുവിട്ടത്. ഏതായാലും കേരള ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ ചില ഡയറക്ഷൻ കൊടുത്തു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ സമാധാനം ബോധിപ്പിക്കാൻ പറഞ്ഞു. ഏതായാലും അദ്ദേഹം ഇൻസ്ട്രക്ട് ചെയ്ത കാര്യങ്ങളെല്ലാം പിൻവലിച്ചു. 5000 രൂപയിൽ കുറഞ്ഞ് പിഴയടയ്ക്കാൻ പാടില്ല. അതുപോലെ കേരള ഹൈക്കോടതി ശക്തമായ നടപടിയെടുത്തു. അതുകൊണ്ട് ആ രീതിയിലുള്ള പരിഷ്കാരങ്ങളൊന്നും വാഹനത്തിൽ തൊടാൻ പാടില്ല, അല്ലെങ്കിൽ വാഹനത്തിൽ കാണിക്കാൻ പാടില്ല. മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൻ്റെ വയലേഷനാണ്. എന്തായാലും കേരള ഹൈക്കോടതി സമാനമായ രീതിയിൽ ഒരു ഉത്തരവ് വിടുകയും ചെയ്തു. സർക്കാരിൻ്റെ 100 ഇന പോകരായ്മ വന്ന ആൾക്കാർക്കും പയ്യന്മാർക്കൊക്കെ വലിയ രസകരമായ ഒരു ഉത്തരവായിരുന്നു. ജൻസിക്കാർക്ക് അനുവദിച്ചതാണ് എന്നൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. പക്ഷേ കാര്യങ്ങൾ അത്ര പന്തിയല്ല. പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഗ്വാളിയർ കണ്ടത്. ഗ്വാളിയറെ മധ്യപ്രദേശിലെ ഏറ്റവും ബിസിയായ സ്ട്രീറ്റാണ്. ബാക്കിലെ ഗ്ലാസിൻ്റെ അവിടെ താക്കൂർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ കാറ് വെള്ള കാറാണ്. അത് നിറയെ ലിപ്സിൻ്റെ പടങ്ങളാണ്. അത് ചുമപ്പ് പടങ്ങൾ, ഉമ്മ കൊടുക്കുന്ന പടങ്ങൾ ഏകദേശം 3400 എണ്ണം ഉണ്ട്. പോലീസ് അത് എണ്ണി നോക്കിയെന്ന് തോന്നുന്നു. 3400 എണ്ണം പതിപ്പിച്ചു എന്ന് അയാൾ തന്നെ സമ്മതിച്ചു. എന്തായാലും 5500 രൂപ പിഴയടച്ചിട്ട് അത് മുഴുവൻ അയാളെ കൊണ്ട് അത് മുഴുവൻ മായ്പ്പിച്ചു. വേറെ പെയിൻ്റ് അടിപ്പിച്ചിട്ടാണ് വിടിയിച്ചത് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഏതായാലും കാറിലെ മോഡിഫിക്കേഷൻ വരുത്തുന്നവർ ശ്രദ്ധിക്കുക. 2 വീലറിലും കാറിലൊക്കെ അനുവദനീയമല്ല. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ ഹെവി ഫൈൻ അടയ്ക്കേണ്ടി വരും. ഹൈക്കോടതി ആ രീതിയിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു.